അവരിട്ട പോസ്റ്റിനകത്തുള്ള ആധികാരികത, യാഥാർത്ഥ്യം, നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന കാശ്, ആ കാശിനുള്ള നന്ദി അവർ കാണിച്ചു എന്നുള്ളതും ഇതിനകത്തൊരു ചോദ്യ വിഷയമാണ്. തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു. റിട്ടയർഡ് DGP ആയ ശ്രീലേഖ IPS എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പലർക്കും അറിവുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് സോളാർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുവിധം എല്ലാവരും ആ പോസ്റ്റ് കാണുകയോ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ പോസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പോസ്റ്റാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വഹ്നി ഗ്രീൻ ടെക്നോളജി എന്ന് പറയുന്ന ഒറ്റ കമ്പനിയെ മാത്രം വെച്ചിട്ടല്ല പറയുന്നത്. സോളാർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാൽ എല്ലാ ഏജൻസികളെയും ഒട്ടുമുക്കാൽ എല്ലാ സംരംഭങ്ങളെയും ഈ പോസ്റ്റ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർക്കെതിരെ ഒരു നിയമ നടപടിയായി നീങ്ങണോ എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ പരിഗണിക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ ആദ്യം ഞാനൊന്ന് ബുള്ളറ്റഡായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരിട്ട പോസ്റ്റിനകത്തുള്ള ആധികാരികത, യാഥാർത്ഥ്യം, എന്തുമാത്രം സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് അവർ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഒരു ഉന്നത ഉദ്യോഗസ്ഥ, അതും വെറുതെ ഒരു ഉന്നത ഉദ്യോഗസ്ഥല്ല, നമ്മൾ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ബുദ്ധിമുട്ടുകളും എന്നുള്ള പറഞ്ഞ് നടക്കുന്ന സമയത്ത് അത്തരം കേസുകൾ അന്വേഷിക്കുന്ന അന്വേഷണാത്മകമായ ഒരു പൊസിഷനിൽ നിന്നിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥ, അവരങ്ങനെയാണോ ഒരു പോസ്റ്റ് ഇടേണ്ടതെന്നുള്ളൊരു ചോദ്യം. അതിനേക്കാൾ ഉപരി അവരൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിൽ നമ്മുടെ സർക്കാരിനോട്, പ്രത്യേകിച്ച് ഇപ്പോഴും അവർ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് മണിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന കാശ്, ആ കാശിനുള്ള നന്ദി അവർ കാണിച്ചു എന്നുള്ളതും ഇതിനകത്തൊരു ചോദ്യ വിഷയമാണ്. കാരണം ഒരു പൊതു താല്പര്യത്തിനെതിരെയുള്ള പോസ്റ്റാണിത്. അതിനേക്കാൾ ഉപരി മറ്റൊരു സർക്കാർ സ്ഥാപനത്തെ തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്, നമ്മൾ ഇവരുമായിട്ടൊരു നിയമ നടപടിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയാണോ അത് പോകാതിരിക്കുന്നതാണോ ശരി, ആ ഒരു വിഷയമാണ് നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് സൂരജ്. ഞാൻ വഹ്നി ഗ്രീൻ ടെക്നോളജീസ് എന്ന സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനിയിലെ ഒരു ടീം അംഗം ആണ്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു പശ്ചാത്തല പഠനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് അത് എല്ലാവർക്കും ലഭ്യമായിരിക്കണം, എന്തുകൊണ്ട് അത് പരമാവധി വികേന്ദ്രീകൃതമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഒരല്പം കൂടി വിശദമായ രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു ഊർജ്ജ പ്രതിസന്ധി ഇടയ്ക്കും ഒളിഞ്ഞും തെളിഞ്ഞും മങ്ങിയൊക്കെ കടന്നു വരുന്നുണ്ട്. ചില ആളുകളുടെ വിശ്വാസം നമുക്കൊരു ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്നും ചില ആളുകളുടെ വിശ്വാസം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടെന്നും. പക്ഷേ ഇപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണെങ്കിലും വൈദ്യുതോർജ്ജം എന്നുള്ള ആ ഒരൊറ്റ സെഗ്മെൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധി കിടപ്പുണ്ട്. വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം വൈദ്യുത ഉൽപ്പാദന ശേഷി മെഗാവാട്ട് കണക്കിന് പറയുകയാണെങ്കിൽ ഏകദേശം 3500 മെഗാവാട്ടാണ് നമുക്ക് ഒരു സമയത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ഏകദേശം 5000-5300 മെഗാവാട്ട് വരെയാണ് നമ്മുടെ പീക്ക് സമയത്തുള്ള ഉപയോഗം വരുന്നത്. ഈ 3500 കഴിച്ച് ബാക്കി 5500 മെഗാവാട്ട് എന്ന് പറയുന്ന പവർ, പ്രത്യേകിച്ച് നമ്മൾ വൈകിട്ട് പീക്ക് സമയത്തേക്ക് വരുന്നത്, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങിയിട്ടാണ് അതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടെത്തുന്നത്. ഇത് പവർ ഡിമാൻഡിൻ്റെ കാര്യം മാത്രം വെച്ചിട്ട് പറയുന്ന കാര്യമാണ്. ഇനി ഊർജ്ജ ഉപയോഗം, മൊത്തം ഊർജ്ജ ഉപയോഗത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആളുകളും ലളിതമായി ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് പകൽ സമയത്ത് പൂർണ്ണമായും സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് രാത്രി സമയത്ത് ഈ ഹൈഡൽ പ്രൊജക്റ്റിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധി മാറില്ല. ഇല്ല, പീക്ക് പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ടോട്ടൽ എനർജി അവൈലബിലിറ്റി എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. രണ്ടും രണ്ട് കഥയാണ്. അപ്പോൾ നമ്മുടെ ഒരു പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് 5000-5500 ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മുടെ മൊത്തം ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് 3500-ൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഇത് KSEBയുടെയും മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നും ഇന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഔദ്യോഗികമായി മറ്ററിയിപ്പുകളോ അല്ലെങ്കിൽ മറ്റു കുറിപ്പുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു. data.gov.in, പിന്നെ നമ്മുടെ KSEBയുടെ വെബ്സൈറ്റ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ആ വിവരങ്ങൾ ശേഖരിച്ചത്. പല വിവരങ്ങൾക്കും 1-2 വർഷത്തിൻ്റെ കാലപ്പഴക്കങ്ങളും ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഊർജ്ജ ലഭ്യതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ശരാശരി ഒരു ദിവസത്തെ മൊത്തം ഊർജ്ജ ഉപയോഗം എന്ന് പറയുന്നത് 70 മെഗാ യൂണിറ്റാണ്.
70 മെഗാ യൂണിറ്റ്. അതേസമയത്ത് നമ്മുടെ മൊത്തം പ്രൊഡക്ഷൻ വരുന്നത്, കേരളത്തിനകത്തുള്ള മൊത്തം പ്രൊഡക്ഷൻ വരുന്നത് 68 മെഗാ യൂണിറ്റിനകത്താണ് വരുന്നത്. അപ്പോഴും 2 മെഗാ യൂണിറ്റിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഈ കണക്കുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2 മെഗാ യൂണിറ്റ് നമ്മൾ അധികമായി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള വസ്തുത. ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് ഇന്നിപ്പോൾ നമുക്കൊരു EV ഭൂമിയില്ല, നമുക്ക് ആകെപ്പാടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ചൂട് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് AC-യും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചു. അപ്പോഴാണ് നമുക്ക് ഇത്രയും വലിയൊരു ഡിമാൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നാളെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു വലിയൊരു ബൂം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഡിമാൻഡ് ഗംഭീരമായിട്ട് അങ്ങോട്ട് കൂടും. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ഡിമാൻഡും സപ്ലൈയും അതിൻ്റെ വിലയും തമ്മിലുള്ള ബന്ധം. അതായത് ഡിമാൻഡ് നന്നായിട്ട് കൂടുകയും സപ്ലൈ പരമാവധി കുറഞ്ഞിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഉൽപ്പന്നത്തിൻ്റെ വില വളരെയധികം കൂടും. അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ വില വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ ഉൽപ്പന്നം സാധാരണക്കാർക്ക് ലഭ്യമല്ലാതാവും. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതിയുടെ വില തീവിലയായിട്ട് നമുക്ക് ഒട്ടും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ വൈദ്യുതിയുടെ വില കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൽപ്പാദനം പരമാവധി കൂട്ടണം. ഇതൊരു നാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ഈവൻ അന്തർദേശീയ തലത്തിലുള്ള ഒരു റിക്വയർമെൻ്റ് ആയിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതായത് പരമാവധി എല്ലാവരും വൈദ്യുതി ഉൽപ്പാദനത്തിലേക്ക് തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളത്. നമുക്കിപ്പം ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സപ്ലൈ കൂട്ടണമെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് സപ്ലൈ കൂട്ടണമെങ്കിൽ നമുക്ക് 2 തരം മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, കേന്ദ്രീകൃതമായ വലിയ വൈദ്യുത നിലയങ്ങൾ, അത് താപവൈദ്യുത നിലയമായിക്കോട്ടെ ജലവൈദ്യുത നിലയമായിക്കോട്ടെ. കാരണം വെച്ചാൽ ഒന്നിക്കൽ നമുക്ക് ഈ പറയുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് പോളിസികളൊന്നും തന്നെ നമ്മുടെ നികുതി പണം വെച്ചിട്ട് ഇത്തരം വലിയ പ്ലാന്റുകളിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ആകെയുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വലിയ വലിയ വ്യവസായികൾ, ഇപ്പോൾ അദാനി അംബാനി എന്നൊക്കെ പറയുന്ന വലിയ വ്യവസായികളുടെ സഹായത്തോടു കൂടി വലിയ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനം നടത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു വ്യവസായ സഹായത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണക്കാരന് അതിൻ്റെ മുകളിലുള്ള വില നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. അപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു പോളിസിയാണ് വികേന്ദ്രീകൃതമായി ഉൽപ്പാദനം നടത്തുക, വൈദ്യുത ഉൽപ്പാദനം നടത്തുക. അതായത് ഒരു സർക്കാർ പോളിസിയാണ് ഡീസെൻട്രലൈസ്ഡ് എനർജി ജനറേഷൻ, വികേന്ദ്രീകൃതമായ ഊർജ്ജ ഉൽപ്പാദനം. അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദവും ഏറ്റവും ആകർഷകവുമായ ഒരു മാർഗം എന്ന് പറയുന്നത് ആളുകൾ സോളാർ പ്ലാന്റുകൾ അല്ലെങ്കിൽ പുനരുപയോഗിക്കാവുന്ന മറ്റു ഊർജ്ജ രീതികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികളും കാറ്റാടികളും ഇത്തരം ചെറു വൈദ്യുത നിലയങ്ങൾ സ്ഥാപിച്ച് ആ സ്ഥാപിച്ച നിലയങ്ങളെ നമ്മുടെ ഗ്രിഡുമായി ബന്ധിപ്പിക്കുക. ഇതൊരു ഗവൺമെൻറ് പോളിസിയാണ്. അതായത് ഇങ്ങനെ നമ്മൾ വികേന്ദ്രീകൃതമായി ഒരു വൈദ്യുത നിലയം സ്ഥാപിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ എനർജി ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വൈദ്യുതിയുടെ വില പരമാവധി കുറച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഈ വികേന്ദ്രീകൃതമായ പ്ലാന്റുകൾ സ്ഥാപിച്ച് നമ്മൾ ഈ വൈദ്യുതിയുടെ ലഭ്യത പരമാവധി കൂട്ടി വെക്കുമ്പോൾ വൈദ്യുതിയുടെ വില കുറഞ്ഞിരിക്കും അല്ലേ? ഇനി ഈ വൈദ്യുതിയുടെ വില കുറഞ്ഞിരിക്കുന്നതിൻ്റെ ശരിയായ പ്രയോജനം ആർക്കൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന്, നമുക്ക് എല്ലാവർക്കും കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വൈദ്യുതി ഉപയോഗിക്കുന്നു, അതിനുള്ള ബില്ല് മാസാമാസം അടയ്ക്കുന്നു. ഇത് മാത്രമല്ലല്ലോ വൈദ്യുതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ എനേബിളറാണ്. നമ്മുടെ ഓരോ പ്രവർത്തികൾ, ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് വൈദ്യുതിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പം നാട്ടിൽ നിങ്ങൾ ഓരോ വ്യവസായ സ്ഥാപനങ്ങൾ എടുത്തു നോക്കാം. ആ വ്യവസായ സ്ഥാപനങ്ങളുടെ അവരുടെ മൊത്തം ചെലവിൻ്റെ 10 മുതൽ 20% വരെ ഊർജ്ജത്തിന് വേണ്ടി ചിലവാക്കുന്ന കാശാണ്. അതിൽ ഇന്നത്തെ കാലത്ത് വരുന്ന നല്ലൊരു ശതമാനം വ്യവസായങ്ങളുടെയും ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് വൈദ്യുതിയാണ്. അതായത് വൈദ്യുതിയുടെ വില കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഈ 10 തൊട്ട് 20% വരെയുള്ള ചിലവ് എന്ന് പറയുന്നത് ഒന്നിക്കിൽ ആനുപാതികമായി കൂടും. അതായത് 10 തൊട്ട് 20 എന്നുള്ളത് 15-30% കൂടും. അതനുസരിച്ച് അവർക്ക് ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടേണ്ടി വരും. അപ്പം നമുക്ക് ചുരുങ്ങിയ ചിലവിൽ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാനും ഈ വ്യവസായ സ്ഥാപനങ്ങൾ സുഗമമായി നടന്നു പോകാനും പുതിയ പുതിയ വ്യവസായങ്ങൾ ഉണ്ടായി വരാനും വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു കണക്കിൽ ഇൻഡസ്ട്രിയൽ താരിഫിൽ ഏകദേശം 5 രൂപയാണ് ഒരു യൂണിറ്റിന് വേണ്ടി സർക്കാർ വാങ്ങിക്കുന്നത്. ഈ 5 രൂപ എന്നുള്ളത് 10 രൂപ ആവുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഈ പറയുന്ന കൂടുതൽ എനർജി ജനറേഷൻ പ്ലാന്റുകൾ വേണം എന്ന് പറയുന്നത് ഇങ്ങനെ പല 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 കാര്യങ്ങളും പല പല പ്രശ്നങ്ങളും മുന്നിൽ കണ്ടിട്ടാണ്. അപ്പം ഇത്തരത്തിലൊരു വികേന്ദ്രീകൃതമായ ഊർജ്ജ ഉൽപ്പാദന സംവിധാനത്തിന് തുരങ്കം വെക്കുക. കാരണം അവർ കൃത്യമായിട്ട് പറഞ്ഞത് എന്താ, നിങ്ങൾ KSEBിക്ക് വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ KSEB വൈദ്യുതി മോഷ്ടിക്കും, നിങ്ങൾ അതുകൊണ്ട് ഓഫ് ഗ്രിഡ് പ്ലാന്റുകൾ വെക്കണം. അതിൻ്റെ മറ്റ്
വശങ്ങളിലേക്ക് ഞാൻ ആ പോസ്റ്റിൻ്റെ വശങ്ങളിലേക്ക് ഞാൻ രണ്ടാമത് വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസ്, ഇനീഷ്യൽ റിലവൻസ് ആണ് പറയുന്നത്. നമ്മൾ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് ധാരാളം വൈദ്യുതി പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ മാത്രമേ, കാരണം കേരളത്തിൻ്റെ മൊത്തം സോളാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏകദേശം 6000 മെഗാവാട്ടാണ് കപ്പാസിറ്റി. ഈ 6000 മെഗാവാട്ട് കപ്പാസിറ്റിയിൽ നമ്മളിപ്പോഴും ഏകദേശം 800 മെഗാവാട്ട്സ് എത്തിയിട്ടുള്ളൂ. അതായത് നമ്മളതിൻ്റെ 10% വരെ കഷ്ടിച്ച് കടന്നിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് നമ്മൾ വളരാനുണ്ട് ഈ സെഗ്മെൻറ്റിൽ. അപ്പം ഇത്തരം വലിയൊരു വെല്ലുവിളി മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം വലിയൊരു പോളിസി, അതായത് 6000 മെഗാവാട്ടിൻ്റെ പകുതിയെങ്കിലും നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ 3500 മെഗാവാട്ടാണ് നമ്മുടെ ശേഷി, 5000 നമുക്ക് നിലവിലുള്ള ഡിമാൻഡ്. ഇനി ഭാവിയിൽ ഇപ്പം ഒരു EV ബൂം വരികയാണെങ്കിൽ ഈ 3500 എന്നുള്ളത് നമുക്കൊരു 7000-8000 ആയിട്ട് ഡിമാൻഡ് കൂടും. അപ്പോൾ നമ്മൾ സോളാർ വെച്ചിട്ട് ഒരു 3500 വരെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു നേട്ടമാണ് നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്നത് അതിനെക്കൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റത്തിനുള്ള തടയിടുക എന്നുള്ളത് സത്യമായിട്ടും അവരുടെ പോസ്റ്റിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ട്. അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി നമുക്ക് അവരുടെ പോസ്റ്റിൽ ചില കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. അവർ ആദ്യം പ്ലാന്റ് വെച്ച സമയത്ത് കാര്യമായ വൈദ്യുതി ബില്ല് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കാര്യമായ വൈദ്യുതി ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത്. 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ് അവർ നിലവിൽ വെച്ചിട്ടുള്ളത്. 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റിൽ ഒരു മാസം ശരാശരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 600 യൂണിറ്റാണ്. അവർ പ്രസിദ്ധീകരിച്ച ബില്ല് പ്രകാരം 557 യൂണിറ്റ് മൊത്തം ഉൽപ്പാദനം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും രസകരമായ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 557 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചതിനകത്ത് 267 യൂണിറ്റ് പകൽ തന്നെ ഉപയോഗിച്ച് അവർ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 10 യൂണിറ്റിനടുത്ത് അവർ ആ ദിവസം ഉപയോഗിച്ച് തീർന്നുണ്ട്. നമ്മൾ ഇവിടെ സാധാരണക്കാർ ഒരു മിഡിൽ ക്ലാസ് 3 കിലോ വാട്ടോ 5 കിലോ വാട്ടോ പ്ലാന്റ് വെക്കുന്ന പല കസ്റ്റമേഴ്സിൻ്റെയും മൊത്തം ഉപയോഗം എന്ന് പറയുന്ന ഒരു ദിവസം 15 യൂണിറ്റാണ്. അവിടെയാണ് പകൽ സമയത്ത് മാത്രം ശരാശരി 10 യൂണിറ്റ്. അപ്പോൾ എത്ര ഭീമമായ ഉപയോഗമാണ് അവർക്ക് ഉള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 290 യൂണിറ്റ് അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്ത സാധനം കൃത്യമായിട്ട് ബില്ലിൽ കാണിക്കുന്നുണ്ട്. അവരുടെ മൊത്തം ഒരു മാസത്തെ കൺസംഷൻ എന്ന് പറയുന്നത് 1549 യൂണിറ്റ് ആണ്. അതായത് ശരാശരി ഒരു ദിവസം 50 യൂണിറ്റിന് മുകളിലാണ് അവർ ഉപയോഗം. ടാറ്റ നെക്സൺ കാറ് ഫുൾ ചാർജ് ചെയ്യാൻ പോലും 40 യൂണിറ്റ് കറണ്ട് മതി എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. എനിക്ക് തോന്നുന്നു വീട് മൊത്തം സെൻട്രലൈസ് AC അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടാവണം. അപ്പോൾ അത്രയും ഭീകരമായൊരു കൺസംഷൻ ഉള്ള ഒരു വീട്ടിൽ കേവലം 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ് അവർ വെച്ചിട്ടുള്ളത്. അതിൽ ടൈം വെച്ചിട്ടുള്ള ബ്രേക്കപ്പ് ഇവിടെ ഉണ്ട്. അതായത് നോർമൽ ടൈമിൽ 399 യൂണിറ്റ് അവർ ഉപയോഗിച്ചു. രാത്രി സമയത്ത് അവർ 636 യൂണിറ്റ് ഉപയോഗിച്ചു. പീക്ക് ടൈമിൽ, അതായത് വൈകിട്ട്, അതായത് നമ്മൾ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം KSEBിയിലെ ഉദ്യോഗസ്ഥരടക്കം പറയുകയാണ് നിങ്ങൾ ഊർജ്ജോപയോഗം നിയന്ത്രിക്കണം, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം 3500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 5000 യൂണിറ്റിന് മുകളിൽ കൺസംഷൻ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രഷർ ടൈമിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 247 യൂണിറ്റാണ്. ഇത്ര ഭീമമായ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉള്ള സമയത്ത് ഇത്ര നിർലോഭമായിട്ട് വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പൗരധർമ്മം, പൗരത്വ ബോധം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഇനി അടുത്ത കാര്യം, അവർ പറഞ്ഞിട്ടുള്ള മറ്റ് വിവരക്കേടുകൾ, അതായത് KSEB വൈദ്യുതി മോഷ്ടിക്കുന്നു. ഈ വൈദ്യുതി മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? അവരൊരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ? മോഷണം എന്നുള്ളതിന് ഒരു കൃത്യമായ നിർവചനമില്ലേ? ഒരു അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ അംഗീകാരമില്ലാതെയോ കടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മോഷണം എന്ന് പറയുക. ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ താരിഫ് എന്താണ്, താരിഫ് റിവിഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ പല പത്രങ്ങളിലും ഈവൻ ഗവൺമെൻറ് ഓർഡറുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ളൊരു ബില്ലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. TOD സംവിധാനം അനുസരിച്ചിട്ടുള്ള ബില്ലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ വൈദ്യുതി മോഷ്ടിക്കുന്നു എന്ന് KSEB അടച്ചങ്ങടെ ആക്ഷേപിക്കുക ചെയ്യുന്നത്. KSEB എന്തുകൊണ്ടാണ് ഡിഫോമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. IPC സെക്ഷൻ 499 അനുസരിച്ചിട്ട് KSEBക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് കേസ് ഫയൽ ചെയ്യാം. അപ്പം അത് KSEB ചെയ്യാത്തത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഭാഗ്യം എന്ന് വിചാരിക്കുക അവരുടെ കാര്യത്തിൽ. പക്ഷേ അവർ പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ആവുക എന്നുള്ളതാണ് ഇൻവെർട്ടറിൻ്റെ ആ ഒരു കണ്ടീഷൻ. അങ്ങനെ ഓഫ് ആവുന്ന ഒരു ഇൻവെർട്ടറിന് നമ്മളറിയാതെ എങ്ങനെയാണ് ഈ പറയുന്ന വൈദ്യുതി കടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? രണ്ടാമത്തത്, കൺസംഷൻ നോക്കാൻ വേണ്ടി ഏതോ ഒരു പയ്യൻ വരുന്നു.
സബ് എഞ്ചിനീയറോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോ ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന സോളാർ പ്ലാന്റുകൾ വെച്ച വീട്ടിൽ മീറ്റർ നോക്കാൻ വരുന്നത്. ഇതുവരെ KCB ആ സിസ്റ്റം മാറ്റിയിട്ടില്ല. ഇത് നമുക്ക് എല്ലാവർക്കും സോളാർ വെച്ച എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അടിസ്ഥാനം ഇല്ലാത്തൊരു കാര്യമാണ് അവർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത കേസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ താരിഫിലോ ഈ ബില്ലിങ്ങിലോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 2 തരത്തിൽ ഇതിന് അപ്രോച്ച് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് KCBയിലേക്ക് നേരിട്ട് പരാതി കൊടുത്ത് KCB വഴിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കണം. KCBയിലേക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ പോസ്റ്റ് ഇട്ട ശേഷം KCBയിലെ നിരവധി ഉദ്യോഗസ്ഥർ പല രീതിയിലും, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും ധാരാളം പോസ്റ്റുകൾ ഇതിനെ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ ഒരു നിരുപദ്രവകരമായ ഒരു പോസ്റ്റാണ് ഇട്ടതെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു മോശം ഉദ്ദേശം അതിനകത്ത് ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ള അവർക്കൊരു അപ്പോളജി പോസ്റ്റ് ഇടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കൃത്യമായ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി അവർ ആ പോസ്റ്റ് ഇട്ടു എന്ന് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് കരുതാൻ പറ്റുന്നുള്ളൂ. കാരണം അങ്ങനൊരു മൈൻഡ് സെറ്റ് അവർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്കൊരു അപ്പോളജി ആയാലും അറിയിക്കായിരുന്നു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. തെറ്റ് പറ്റിയെന്നുള്ള ബോധം വന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. അവർക്ക് വൈദ്യുതി ബില്ല് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാൽ കൂടി അവരുടെ വ്യക്തിപരമായ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിഗണിക്കുന്ന നല്ല എന്താ പറയുക, ഈ ഒരു സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവർ DGP ആയിട്ട് റിട്ടയർ ചെയ്ത 33 വർഷം ഗവൺമെൻറ് സർവീസിലിരുന്ന് 33 വർഷം ഗവൺമെൻറ് സർവീസിൽ നിന്നിട്ട് DGP ആയിട്ട് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. ഏകദേശം സർക്കാർ പറയുന്ന കണക്കുകളനുസരിച്ചിട്ട് അവരുടെ ചുരുങ്ങിയ പെൻഷൻ ഏകദേശം 78,000 രൂപയാണ് വരേണ്ടത്. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കണക്കില്ല. നമ്മുടെ സർക്കാർ അതിൻ്റെ ധനകാര്യ വകുപ്പ് പുറത്തുവിട്ട ചില രേഖകൾ വെച്ചിട്ട് ഞാൻ പരിശോധിച്ചിട്ട് ഞാനൊരു കണക്ക് കൂട്ടലിൽ പറയുന്നതാണ്. ഏകദേശം 78,000 രൂപ. അതായത് നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ജോലിക്ക് പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിനേക്കാളും എത്രയോ മുകളിലാണ് അവരുടെ പെൻഷൻ ഇരിക്കുന്നത്. പെൻഷൻ എന്ന് പറഞ്ഞാൽ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പകൽ ഈ ശമ്പളം ഈ പെൻഷൻ കിട്ടുന്നു എന്നുള്ളതിനുപരി അവർക്ക് ധാരാളം ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അവർ ആ സമയത്ത് മറ്റെന്തെങ്കിലും ജോലിയാണോ ചെയ്യുന്നത്, അതോ സാമൂഹ്യ പ്രവർത്തനമാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ കൂടിയും ഇത്രയും വലിയൊരു തുക വാങ്ങി അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ അവരെന്താണ് ചെയ്യുന്നത്? പോട്ടെ, അത് നമുക്ക് നമ്മുടെ ഒരു പരിഗണനയിൽ എടുക്കേണ്ടത്. പക്ഷേ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാവുന്നത്? അവരുടെ ആക്ച്വൽ റിക്വയർമെൻറ്റ്, അവർക്ക് സോളർ വെച്ച് കൊടുത്ത ആൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കിലോവാട്ടിൻ്റെ പ്ലാന്റാണ് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണ്ടത്. അപ്പം 10 കിലോവാട്ടിൻ്റെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 40 യൂണിറ്റെങ്കിലും അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. ബൈഫേഷ്യൽ പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് DC ഓവർലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ കപ്പാസിറ്റി കൂട്ടി വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 യൂണിറ്റ് വരെ നമുക്ക് ആ പ്ലാന്റിൽ പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ അത്തരം ഒരു പ്ലാന്റ് വെച്ചിട്ട് അവർ കുറച്ചൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, കുറച്ചൊരു എഫേർട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരത്തിനായിട്ട് വരുന്നതാണ് ശരിയായൊരു സ്നേഹം. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹമുള്ളൊരു കൂട്ടത്തിലാണെങ്കിൽ അവർക്ക് ആ പ്ലാന്റിനെ ഒരു ഹൈബ്രിഡ് പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ബാറ്ററി ടെക്നോളജിക്ക് വളരെ ഇമ്മച്യൂറാണ്. നമുക്ക് ഹൈബ്രിഡിൻ്റെ എൻക്വയറി വരുന്ന മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ബാറ്ററി ടെക്നോളജി വളരെ ഇമ്മച്യൂർ ആയതുകൊണ്ടും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ഹൈബ്രിഡിനകത്ത് ഒരുപാട് റിസ്ക്കുകളുണ്ട്. എന്നാൽ കൂടിയും അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്ക് അനുവദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിക്ക് അതൊരു ഹൈബ്രിഡ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന KCBയിൽ കറണ്ട് പോകുന്ന സമയത്തും കറണ്ടുള്ള സമയത്ത് എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ ഉണ്ടാവും. പീക്ക് ടൈമിൽ അവർക്ക് KCBയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റും. അപ്പം അത്രയും ഭാഗത്ത് KCBയിൽ ഓവർലോഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ചെയ്യുന്നതിന് പകരം അവർ ബാക്കി പുതിയ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓഫ് ഗ്രിഡ് വെച്ചാൽ മതി എന്നുള്ളതാണ്. ഓഫ് ഗ്രിഡിൻ്റെ സാങ്കേതിക വശങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ചുരുക്കി പറയാം, ഞാൻ മുന്നേ ഓഫ് ഗ്രിഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഓഫ് ഗ്രിഡിനേക്കാളും നല്ലത് ഓൺ ഗ്രിഡാണ്. കാരണം വളരെ ചെറുതാണ്, പക്ഷേ ക്രിട്ടിക്കലാണ്. ബാറ്ററി ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും മെച്ചുവേർഡല്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി മാനേജ്മെൻറ്റും ബാറ്ററി കോസ്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകളും കൂടുതലാണ്. അതിനേക്കാൾ ഉപരി എനർജി ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എക്സസ് ആയിട്ട് നടക്കുന്ന പ്രൊഡക്ഷൻ നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്കോ നമുക്ക് മാറ്റി വെച്ച് അത് എൻകാഷ് ചെയ്യാനോ ഉപയോഗിക്കാനോ ഒന്നും ഈ പറയുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കും മുതൽ തിരിച്ചു കിട്ടാനുള്ള പ്രയാസം ഒരു സൈഡിൽ, അതേ സമയത്ത് ബാറ്ററി മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട തലവേദനകൾ വേറൊരു സൈഡിൽ. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഒരു തെറ്റായൊരു മാർഗ്ഗത്തിലേക്ക് അവർ ജനങ്ങളെ തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത്തരം ഒരു തെറ്റായ കാര്യം പറയുന്ന ഒരു സമയത്ത് അവരെന്തെങ്കിലും പൊതുജനങ്ങളെക്കുറിച്ചോ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സമൂഹത്തിനെ ബാധിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇനി അവരുണ്ടാക്കിയിട്ടുള്ള ആ പോസ്റ്റിൻ്റെ മറ്റ് സാമൂഹിക പ്രത്യാഘാതങ്ങൾ അതുകൂടി ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. കുറച്ചൊരു ചിരിക്കാനും തമാശ പറയാനുള്ളൊരു വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ മറ്റേ സ്വതവേ ദുർബല പോരാത്തതിന് ഗർഭിണിയും എന്ന് പറയുന്ന പോലെ അവരാദ്യം കുറ്റപ്പെടുത്തിയത് KCBനെയാണ്. എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അതിനോട് ഭയങ്കര പുച്ഛവും ദേഷ്യമാണ്. അതുകൊണ്ട് KCBനെ ആരോ ഒരാൾ കുറ്റം പറഞ്ഞു കൂടെ കുറ്റം പറയാൻ എല്ലാവർക്കും നല്ല ആവേശമാണ്. ഈ പറയുന്ന KCBയുടെ ബില്ലിനകത്തുള്ള ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതവർക്ക് പലപ്പോഴും പ്രിൻറ്റിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരിതിനകത്ത് സർചാർജ്, ഡ്യൂട്ടീസ്, പിന്നെ അങ്ങനെ പല 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 ചാർജുകളായിട്ട് നമുക്ക് അഡീഷണൽ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ആ വാങ്ങിക്കുന്ന കാശിനൊക്കെ കൃത്യമായിട്ട് കണക്ക് അവർ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് അവർ ബില്ലിങ്ങിൻ്റെ ഡേറ്റിനകത്തും ചില അത് മീറ്റർ റീഡിങ്ങിൻ്റെ ആൾക്കാർ കാണിക്കുന്നതാണോ അറിയില്ല, അതായത് ഈ 60 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരേണ്ട ബില്ല് 62ാമത്തെ ദിവസത്തിൽ എടുത്തിട്ട് 60 ദിവസത്തിൻ്റെ ബില്ലാന്ന് പറഞ്ഞ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ 499 യൂണിറ്റും 501 യൂണിറ്റ് ആയി കഴിഞ്ഞാലൊക്കെ, അതായത് ആ 500 എന്നുള്ള സ്ലാബ് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ 300 എന്നുള്ള സ്ലാബ് കിടക്കുമ്പോഴൊക്കെ റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ വരുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ KCB വളരെ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഞാൻ പറയുമ്പോൾ അതിശയോക്തിയാണെന്ന് ചിലപ്പോൾ തോന്നും. എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വീട്ടിൽ ഒരു 5 ബൾബും ഒരു ഫാനുമാണ് ഉണ്ടായിരുന്നത്. ആ ഫാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു ലക്ഷറി ആയിട്ടാണ് പലരും കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ആ കണക്ക് മാറിയിട്ട് എല്ലാ വീട്ടിലും എല്ലാ മുറിയിലും ചുമരിലും പുറത്തും ഗേറ്റിലടക്കം ലൈറ്റ് ഉണ്ട്, എല്ലാ മുറിയിലും ഫാനുണ്ട്. ഇപ്പോൾ AC എന്ന് പറയുന്നത് ഏകദേശം ഒരു ആവശ്യം പോലെയാണ് വരുന്നത്. അപ്പോൾ അത്രയധികം ഡിമാൻഡ് ഒരു സൈഡിൽ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത്ര ഷോക്കായിരുന്നു. ബൾബിനേക്കാളും വെളിച്ചുണ്ട്, പിന്നെ അവനിങ്ങനെ ഫിലമെൻ്റ് കത്തുന്നുണ്ടോ ടോർച്ച് അടിച്ച് നോക്കണം, ഇങ്ങനെയൊക്കെ തമാശ പറയായിരുന്നു. ഇന്ന് ആ സമയത്ത് നമ്മൾ വോൾട്ടേജ് പ്രോബ്ലം എന്ന് പറയുന്നത് താരതമ്യേന ഇല്ല എന്ന് പറയാം. വോൾട്ടേജ് പ്രോബ്ലം ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ അന്നത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അതേപോലെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണി 7 മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് നോക്കിയാൽ മതി. മാൻ പവർ ആയാലും നെറ്റ്വർക്ക് ആയാലും ആ രീതിയിൽ വളരെ ഷോക്കായിരുന്നു. ഇന്നിപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കോ കറണ്ട് പോയപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത് ഒരു കാറ് തട്ടി പോസ്റ്റ് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് വരെ അന്ന് രാത്രി കൊണ്ട് അവർ റീപ്ലേസ് ചെയ്ത് സപ്ലൈ തിരിച്ച് ട്രാക്കിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും വർക്ക് ചെയ്യാൻ ഒരു സൈഡിൽ KCB ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേ സമയത്ത് അതിനകത്ത് ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ട് താൻ. ഇനി KCBയുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KCBക്ക് ചുമ്മാ കയറി ഒരു ട്രാൻസ്ഫോമർ വാങ്ങി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെക്കാൻ പറ്റില്ല. അതിനകത്ത് ഈ പറഞ്ഞ പർച്ചേസിന് വേണ്ടിയിട്ട് ഓർഡർ പോകുന്ന സമയത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വാങ്ങി അതിൻ്റെ കുറേ ടെസ്റ്റിങ്ങായി ബന്ധപ്പെട്ട കുറേ ചടങ്ങുകളൊക്കെ തീർത്തിട്ട്, അപ്പം നമുക്ക് ഒരുപാട് പ്രോസസ്സുകളും ഒരുപാട് ഇനേർഷ്യയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഇനേർഷ്യയും പ്രശ്നങ്ങളൊക്കെ കണ്ട് ഇത്രയും തഴക്കവും പഴക്കവും വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ DGP. അപ്പം നമ്മുടെ സിസ്റ്റം ഈ 30-33 വർഷം കൊണ്ട് എത്രമാത്രം എഫിഷ്യൻ്റ് ആയെന്നുള്ള പുറത്തിരിക്കുന്ന എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കണ്ണും അടച്ചിട്ട് KCBക്കെതിരെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് KCB അങ്ങേയറ്റം അടച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ആ ആക്ഷേപത്തിൻ്റെ കൂടെ KCBയുടെ മൊത്തം പ്രവൃത്തിയെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ പറയുന്ന ചിരിക്കാനും അതേപോലെ തന്നെ കരയാനും അല്ലെങ്കിൽ എല്ലാറ്റിനും പറ്റുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന 5 രൂപയ്ക്ക് വ്യവസായങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുന്ന അതേ KCBനെ, അല്ലെങ്കിൽ ഈ പറയുന്ന കറണ്ട് പോയി 2-3 മണിക്കൂറിനുള്ളിൽ ഫിക്സ് ചെയ്യുന്ന അതേ KCBനെയാണ് ഇവർ ഈ അടച്ചാക്ഷേപിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനുൾപ്പെടെ നമ്മൾ ഇൻ്റഗ്രേറ്റർമാർ പലരും ഒരു പ്രത്യേക സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഏകദേശം അടച്ചുപൂട്ടിയ അവസ്ഥയിലായിരുന്നു. അന്ന് നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട്, അന്ന് നമ്മുടെ സ്ഥാപനം വാടക കൊടുത്തിട്ടുണ്ട്, അന്ന് നമ്മൾ നിലനിന്നുകൊണ്ട് ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കുറേ കടങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സീസണാണ്. ഈ മാർച്ച് മാസത്തിൽ ചെയ്തതിൻ്റെ പകുതി സെയിൽ പോലും നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ പോസ്റ്റ് ഇട്ടതോടുകൂടി നാട്ടിലുള്ള നമ്മുടെ മിക്കവാറും എല്ലാ ഉപഭോക്താക്കളും എല്ലാ കസ്റ്റമേഴ്സും ആകെ മൊത്തം ഇൻസെക്യൂറായി. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ദുരന്തവശം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെയിൽ കുറഞ്ഞു എന്നുള്ളിടത്ത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-15 കസ്റ്റമേഴ്സിന് ഈ ഒരൊറ്റ പോസ്റ്റിൻ്റെ പുറത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
പക്ഷേ ഞങ്ങളൊരു ചെറിയൊരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ മാക്സിമം അഡ്വാൻസ് വാങ്ങിയിട്ടേ പണി ചെയ്യാറുള്ളൂ, പണിക്ക് ഇറങ്ങാറുള്ളൂ, പണി തുടങ്ങാറുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന കച്ചവടം മാത്രമല്ല, കാരണം ഈ കോവിഡ് പ്രതിസന്ധി അതിജീവിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇനി ഒരു അടുത്തൊരു എന്താ പറയുക വലിയൊരു കാലത്തേക്ക് നമുക്ക് നിലനിൽക്കാൻ വേണം. ഞങ്ങൾക്ക് ഇനി പുതിയ കമ്പനികളും പുതിയ പ്രസ്ഥാനങ്ങളായിട്ട് നീങ്ങണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലോങ് വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരുന്ന കാശിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാറില്ല. പക്ഷേ ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ചെറുകിട സ്ഥാപനം തുടങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ നിലനിന്ന് പോകണം എന്ന് വിചാരിക്കുന്ന പല ആളുകളും ചെയ്യുന്നത് സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കി സാധനങ്ങൾ മേടിച്ച് കസ്റ്റമറുടെ സൈറ്റിൽ എത്തിച്ചിട്ട് അങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ഇക്കൂട്ടത്തിൽ. അവരിൽ പലർക്കും സൈറ്റിൽ സാധനം എത്തിച്ച ശേഷം കസ്റ്റമർ പറയുകയാണ്, ഈ പോസ്റ്റ് വന്നതിൻ്റെ പിറ്റേന്ന് കസ്റ്റമർ പറയുകയാണ്, നിങ്ങൾ ഈ സാധനം തിരിച്ചെടുത്തോളൂ, ഞാനിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ അയാൾക്ക് പറ്റുന്ന നഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഒരു 5 കിലോവാട്ടിൻ്റെ പ്രോജക്റ്റ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം എന്ന ഉദ്ദേശത്തിലാണ് മിക്കവാറും എല്ലാവരും ഇറങ്ങിത്തിരിക്കുക. ഒരു സൈറ്റിൽ 5-6 ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരു 1200 തൊട്ട് 1500 രൂപ വരെയാണ് ഒരാൾക്ക് ഡെയിലി വേജസ് ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത്. അയാൾക്ക് കൊടുക്കുന്ന ഫുഡ് അലവൻസ്, ട്രാവൽ എക്സ്പെൻസ് അത് വേറെ. നമ്മൾ കുറച്ചുകൂടെ ദൂര സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും കൂടും. എങ്ങനെയായാലും നമ്മളൊരു 6 പേര് വരുന്നു, 1500 രൂപ ശരാശരി ചിലവെന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 9000 രൂപ ഡയറക്റ്റ് ലേബർ കോസ്റ്റിൽ അയാൾക്ക് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഒന്നിക്കൽ 9000 രൂപ അയാൾക്ക് ഡയറക്റ്റായി ലേബർ കോസ്റ്റ് പോകുന്നു, അല്ലെങ്കിൽ 6 പേരുടെ അന്നത്തെ കൂലി നഷ്ടപ്പെടുന്നു. രണ്ടിലൊന്ന് സംഭവിക്കും. രണ്ട് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ചുമ്മാ നടന്ന് അവിടെ എത്തില്ല. ഈ മെറ്റീരിയൽ ഷിപ്പ് ചെയ്ത് അവിടെ എത്തിക്കണം. ഇതിന് പിന്നിൽ വലിയൊരു മാൻ പവർ വർക്ക് ചെയ്യണം. കാരണം പർച്ചേസ് അവിടെ ഓഫീസിലെത്തുന്നു, സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നു, സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നു, ഇതെല്ലാം പാക്ക് ചെയ്യുന്നു, വണ്ടി കയറ്റുന്നു, വണ്ടിയിലെ കൊറിയറിനെ ഏൽപ്പിക്കുന്നു, വാട്ടെവർ. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ സൈറ്റിൽ സാധനം എത്തുമ്പോഴത്തേക്ക് ഒരു 3000-4000 രൂപയുടെ എക്സ്പെൻസ് ആ സൈറ്റിൽ എത്തുക എന്നുള്ള പ്രോസസ്സിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ്, മറ്റു കൊളാട്രൽ ഡാമേജുകളും വേറെ. ആ ദിവസം വേറെ പണിക്ക് പോകാൻ പറ്റുന്നില്ല. ആ കമ്പനിയുടെ ഒരു മാനേജറിയൽ സൈഡിൽ തന്നെ കുറേ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഈ കസ്റ്റമർക്ക് വേണ്ടി ഉദ്ദേശിച്ച സാധനം പാനൽ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാം, ഇൻവെർട്ടർ വേറൊരാൾക്ക് കൊടുക്കാം. പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഈ പറയുന്ന കോൺട്രിബ്യൂട്ടറുകൾ റീയൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പലതും ആ സൈറ്റിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈറ്റിൽ ഒരു 5 കിലോയുടെ പ്രോജക്റ്റിൽ സൈറ്റിൽ സാധനം എത്തിയ ശേഷം കസ്റ്റമർ റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25,000 രൂപയുടെ നഷ്ടമായേക്ക് വരും. പ്രത്യേകിച്ച് ഈ സ്ട്രക്ചറും പൈപ്പ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ട്രിക്കിയാണ് റീയൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു സൈറ്റിൽ ഏകദേശം 25,000 രൂപയുടെ 25,000 എന്ന് പറയണ്ട, 20,000 രൂപയുടെ നഷ്ടം. അങ്ങനെയുള്ള ഒരു 30 സൈറ്റുകളിൽ പ്രൊജക്ട് മെറ്റീരിയൽസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ടോട്ടൽ ഇൻഡസ്ട്രിയിൽ അവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരൊറ്റ ദിവസത്തെ നഷ്ടം? അപ്പം ഇത്തരം വലിയൊരു സാമ്പത്തിക ബാധ്യത അവരുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക്. സത്യമായിട്ടും അവർക്കെതിരെ ഒരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളെ ട്രിഗർ ചെയ്തിട്ടുള്ള, എന്നെ ട്രിഗർ ചെയ്തിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഡാമേജാണ്. ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ഡാമേജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോസ് എന്നുള്ളൊരു പൊതു താല്പര്യ ഹർജി എന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്തോട്ടെ എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോഴും ഞാനൊരു തീരുമാനത്തിലേക്ക് പൂർണ്ണമായും എത്തിയിട്ടില്ല. ഇനി രണ്ടാമത്, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇപ്പം ശ്രീലേഖ IPS എന്നുള്ളൊരു വ്യക്തിനെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ എല്ലാവരോടും പറയാനുള്ളത്, അതായത് നമുക്ക് ഈ ഒരു എനർജി ക്രൈസിസിലേക്ക്, അല്ലെങ്കിൽ ഈ എനർജി ക്രൈസിസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും വലിയൊരു എനർജി ഡിമാൻഡ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള ഡൊണേഷൻസും പല കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത്തരം ഡൊണേഷൻസ് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമോ? നിങ്ങൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ നാട്ടിലേക്ക് വലിയൊരു എനർജി പ്ലാന്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം നിങ്ങളാവുന്നത്. ഇനി അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, ഒരല്പം കൂടി റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യൂ. കാരണം ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് ആ ടെക്നോളജി വളരണമെന്നുണ്ടെങ്കിലും അതിനകത്തൊരു കസ്റ്റമർ ബേസ് ഉണ്ടാവണം. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഹൈബ്രിഡ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാരണം ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി വന്നു എന്ന് അവർ പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്കുള്ള സപ്പോർട്ട് എൻഡ് ടു എൻഡ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പം ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഏകദേശം ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ ആ റിസ്ക് എന്നുള്ളത് നിങ്ങളും കൂടി ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഹൈബ്രിഡായിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് വരെ നമ്മൾ കസ്റ്റമറെ കൺസിസ്റ്റൻ്റായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഹൈബ്രിഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ KSEBക്ക് അത് വലിയൊരു സഹായമാണ്. കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു 1500 മെഗാവാട്ടിൻ്റെ ഡിഫറൻസാണ് പീക്ക് ടൈമും കൺസംഷനും ജനറേഷനും തമ്മിലുള്ളത്. അതിനകത്ത്
ഒരു കിലോ വാട്ടെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു 10,000 20,000 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഗെയിം ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഹൈബ്രിഡ് ചെയ്യുക. അതാണ് നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ പറയുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ സോളാർ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പറ്റിക്കാൻ നടക്കുന്നവർ, അങ്ങനെ ഒരു ചിന്ത എവിടേക്കോ ആർക്കൊക്കെയോ വന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ല കേട്ടോ. ശരിക്കും എല്ലാവരും ഒരു പ്രത്യേക ഒരു സർവൈവൽ ഗെയിമിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അത് എത്ര വലിയ കമ്പനി ആയാലും എത്ര ചെറിയ കമ്പനി ആയാലും ഞാൻ ആ ഇൻഡസ്ട്രിയുടെ അകത്ത് നിന്നിട്ടാണ് പറയുന്നത്. കഴിവതും ഈ പറയുന്ന അഡ്വാൻസ് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ 5 കിലോ വാട്ടിന് ഒരു സിംഗിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 പേരുടെ വരുമാനമാണ് ഏറ്റവും ചുരുങ്ങിയത്. അതിനകത്ത് സെയിൽസും ഡോക്യുമെൻറ്റേഷനും വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേറെ. അപ്പോൾ ഒരു മാസം 4-5 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 9 കുടുംബങ്ങളാണ് പുലർന്നു പോവുക. അപ്പം അവരുടെയൊക്കെ വരുമാനമാണ് നിങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത് കളിക്കുമ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ശ്രീലേഖ IPS കുറച്ചുകൂടെ പഠിച്ചിട്ട് വേണമായിരുന്നു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അവർ ഈ പറയുന്ന റെഗുലേറ്ററി കമ്മീഷനിൽ പോലും അവരുടെ പരാതിയായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ താരിഫ് റിവിഷനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഹിയറിങ്ങിൽ പോലും പങ്കെടുത്തതായിട്ടോ എനിക്കറിയില്ല. അവരുടെ പോസ്റ്റിനൊന്നും നമുക്ക് വകവെക്കേണ്ട ആവശ്യം തന്നെയില്ല. അപ്പോൾ അവർക്കെതിരെയുള്ള നിയമ നടപടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കുമ്പോൾ തന്നെ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമ്മൾ സോളാർ വെക്കുക, ഹൈബ്രിഡ് വെക്കുക, അത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻസായിട്ടും സജഷൻസായിട്ടും പറയുക. അതിൽ കിട്ടുന്ന ഒരു മറുപടി അനുസരിച്ചിട്ടും പിന്നെ നമുക്ക് കിട്ടുന്ന നിയമോപദേശം അനുസരിച്ചിട്ടും മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേട്ടതിനും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനും എല്ലാവരോടും നന്ദി പറയുന്നു. തൽക്കാലം നിർത്തുന്നു. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്